ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര.
ദൈവത്തിന് സ്തോത്രം. വീണ്ടും ദൈവവചനത്തിലേക്ക് കടന്നു വരാൻ ദൈവം നമുക്ക് വീണ്ടും വരാൻ നല്ല അവസരം തന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ വൃതൻ, ദൈവം കൊടുക്കുന്ന വില എന്താണ്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു മനുഷ്യൻ, ദൈവത്തിൻ്റെ ദാസൻ. സങ്കീർത്തനത്തിൽ അത് പറയുന്നുണ്ട്, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാവുന്നു. ഒരു ഭക്തൻ ഈ ഭൂമിയിൽ ജീവിച്ച് ജീവിതകാലം കഴിഞ്ഞിട്ട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അവന് കിട്ടുന്ന സ്വീകാര്യത, അവനെ സ്വർഗം ആവലോടെ കാത്ത് അവനെ എതിരേറ്റുകൊണ്ട് ദൈവസേനയിലേക്ക് കൊണ്ടുചെല്ലുന്നു. ഭക്തന്മാരുടെ വില, വൃതൻ, വൃതസ്ഥൻ. ആ വാക്കെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വൃതസ്ഥൻ. ന്യായപ്രമാണം മുതൽ ഈ നാസീർ വൃതസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗർഭധാരണം തൊട്ടേ ഒരു വലിയ തീരുമാനമാണ്, അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു തീരുമാനമാണ്. നിൻ്റെ മകനെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാണ്, അവിടെ നീ വളരെ സൂക്ഷിക്കണം. ഗർഭകാലത്ത് പോലും നീ അത് വളരെ സൂക്ഷിക്കണം. വീഞ്ഞോ മദ്യമോ പാടില്ല, മുന്തിരിങ്ങ പോലും തിന്നാൻ പാടില്ലെന്നാണ് പറയണത്. അപ്പോൾ ഉണ്ടായിരിക്കുന്ന ശിശുവിന് അവൻ്റെ ക്ഷൗരക്കത്തി അവൻ്റെ തലയിൽ തൊടാൻ പാടില്ല. അതൊരു സിംറ്റമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഈ ആൾ ഒരു വൃതസ്ഥനാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യത്തോടെ നിൽക്കാനാണ് അന്നത്തെ കാലത്ത് ക്ഷൗരക്കത്തി തലമേൽ തൊടരുത് എന്ന് പറഞ്ഞൊരു കാര്യം. വീഞ്ഞോ മദ്യമോ പാടില്ല, ക്ഷൗരക്കത്തി തലമേൽ തൊടാൻ പാടില്ല, യാതൊന്നിനാലും അശുദ്ധനാകാൻ പാടില്ല. പ്രമാണം നോക്കുമ്പോൾ അറിയാം, ശബത്താൽ പോലും നമ്മൾ ചെല്ലാൻ പാടില്ല. അവിടെ ഒരു വൃതസ്ഥൻ അവിടെ ചെല്ലാൻ പാടില്ലെന്നാണ്. കാരണം അശുദ്ധി പറ്റുമെന്നൊരു ചിന്ത. എത്ര തീഷ്ണതയാണ് ദൈവം അതിനകത്ത് കാണിച്ചിരുന്നത്. ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ ലോക മനുഷ്യനെ പോലെ അല്ല. ദൈവത്തിന് ആ മനുഷ്യനെ ചവിട്ടിയുന്നുകൊണ്ട് ഈ ഒന്നുമറിയാത്ത ജനത്തിന് വചനം കൊടുക്കുവാനും അവരെ ദൈവത്തിലേക്ക് ആകർഷിക്കുവാനും ദൈവം കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തിൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുക എന്നുള്ള മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശമായിരിക്കണം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് കാലം നോക്കിയാൽ അങ്ങനെയുള്ള വല്ലതും ഉണ്ടോ? നമ്മളിപ്പോൾ ആശ്ചര്യമായി നമുക്കൊരു വേഷവിധാനങ്ങളൊന്നും തന്നെയില്ല. നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുന്നു. വചനം കേട്ടവരും വചനം കേൾക്കാത്തവരുമായിട്ട് എന്ത് വ്യത്യാസവും ചോദിച്ചാൽ സാറിന് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് അങ്ങനെയാണ്. എന്താ നിങ്ങളും മറ്റുള്ളവരായിട്ട് വ്യത്യാസം? ലജ്ജാകരമല്ലേ പ്രിയരെ? എന്താ പറയാനുള്ളത്? ഒരു സാധാരണ മനുഷ്യൻ ചോദിച്ചാൽ എന്ത് പറയും? പറയാനില്ലേ? ഉണ്ട് പ്രിയരെ, പറയാനുണ്ട്. ഞാൻ പഴയ മനുഷ്യനായിരുന്നു, ഞാൻ പുതിയതായി തീർന്നു. പറയാൻ പറ്റുമോ? ചങ്കൂറ്റം വേണം, സമർപ്പണം വേണം, തീരുമാനം വേണം. യേശുവിനെ കണ്ടവരായിരിക്കണം, ക്രൂശിന് ചൂട്ട് ചെന്നവനായിരിക്കണം, യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തം വീണവനായിരിക്കണം, പാപത്തോടെ അറപ്പും വെറുപ്പും ഉള്ളവനായിരിക്കണം. ഞാൻ ദൈവത്തിൻ്റെ വേലക്കാരനാണെന്നുള്ള ബോധ്യവും അഭിമാനവും വേണം. ഞാൻ സാധാരണ മനുഷ്യനെ പോലെ അല്ല, ജീവിതത്തിൽ വ്യക്തമായി മാറ്റം വന്നവനായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് പറയാം, കൃത്യമായിട്ട് പറയാം. ആര് മുമ്പിൽ വന്ന് ചോദിച്ചാലും പറയാൻ പറ്റും. കൂട്ടായ്മയല്ല, ദൈവമക്കളല്ല, അതൊന്നുമല്ല. ഇപ്പോഴത്തെ കാലത്തെ ജനത്തിന് അതൊക്കെയാണ് വിഷയം. കൂട്ടായ്മയും ദൈവമക്കളും ഒക്കെയാണ് അവരുടെ വിഷയം. ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് പാപക്ഷമ പ്രാപിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഈ ദൈവത്തോട് നന്ദിയും കടപ്പാടും ഉള്ളവനായി സ്തുതി നാവിലുള്ള ജീവിക്കുന്ന എത്ര പേരുണ്ട്? കൃത്യമായി ദൈവത്തിൻ്റെ ആത്മാവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, എന്താ വ്യത്യാസമെന്ന്. ഇന്നാരെങ്കിലും പറയുമോ? മൂല്യക്ഷതി വന്നു പോയില്ലേ പ്രിയപ്പെട്ടവരെ? ദൈവത്തിൻ്റെ ആത്മാവ് ദുഃഖത്തോടെ നോക്കിയിരിക്കുകയാണ്. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനമാണ്. അവർ വിശുദ്ധിയോടെ ജീവിക്കണം. അവർ ലോകമനുഷ്യരെപ്പോലെ ജീവിക്കാൻ പാടില്ല. അവർ വേർതിരിക്കപ്പെട്ടവരാണ്. കാരണം അവരുടെ മേൽ ആത്മാവ് ഇറങ്ങേണ്ടതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ നിയന്ത്രിക്കാൻ ആ സാവകാശം വിട്ടുകൊടുക്കേണ്ടവരാണ്. അവിടെ കഴിഞ്ഞ കാലങ്ങളോട് യാത്ര പറഞ്ഞവരാണ്. കഴിഞ്ഞ കാലത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഡയറക്റ്റായിട്ടൊന്നും വരില്ല, ശോധനകൾ വരാം. അവിടെ വെച്ച് തന്നെ നിർത്തിക്കോണം. ഞാനൊരു വലിയ സത്യം മനസ്സിലാക്കി, എൻ്റെ ഹൃദയത്തിന് താല്പര്യമില്ലാത്ത ഒരു കാര്യത്തിലും പിശാച് എന്നെ പരീക്ഷിക്കില്ല. എനിക്ക് പണത്തോട് താല്പര്യമുണ്ടെങ്കിൽ അത് അവനറിയും. അവൻ വന്ന് എന്നെ അതിലേക്ക് സൈഡ് ചെയ്യാൻ നോക്കും. എനിക്ക് അശുദ്ധിയോട് താല്പര്യമുണ്ടെങ്കിൽ ആ കാര്യം എൻ്റെ കണ്ണിന് മുമ്പിൽ തരും, എന്നെ വീഴിക്കാൻ നോക്കും. ഞാൻ പെട്ടെന്ന് കോപിക്കുന്ന മനുഷ്യനാണെങ്കിൽ കോപത്തിനുള്ള സാഹചര്യം എനിക്ക് എപ്പോഴും കൊണ്ടുതരും. ഞാൻ കോപിക്കും. ഞാൻ കോപിച്ചിട്ട് ഞാൻ നിരാശപ്പെടും, ഭാരപ്പെടും. എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് മനസ്സുമെടുത്ത് നിരാശപ്പെടാനാണ് അവൻ ഇതൊക്കെ ചെയ്യുന്നത്. പ്രിയരെ, നിങ്ങൾ ശ്രദ്ധിച്ചോളണം. നിങ്ങൾ പാപത്തിൽ വീഴുന്നുവെങ്കിൽ, ശോധനകൾ വരുന്നുവെങ്കിൽ നിങ്ങളുടെ ബലഹീനതയിൽ കൂടെ ആയിരിക്കും അവൻ കടന്നു വരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വ്രതസ്ഥനെ തൊടാൻ പാടില്ല. അവന് തീമതയിൽ സംരക്ഷണമുണ്ട്.
അവൻ്റെ ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. സാധാരണക്കാരനല്ല. അവൻ പുറമേ ഒന്നും പറഞ്ഞില്ലെങ്കിലും അവൻ അനുഭവിക്കുന്ന വലിയൊരു സത്യമുണ്ട്. ആത്മാവിൻ്റെ വലിയൊരു പ്രവാഹം അവൻ്റെ മേൽ വരുന്നു. അവൻ്റെ മേൽ തീ ഇറങ്ങുന്നവൻ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ തീ ജ്വാല ഇറങ്ങി വരുന്നവൻ അനുഭവിക്കുന്നുണ്ട്. അവൻ്റെ ഹൃദയം തകരുന്നതും അവൻ്റെ കണ്ണിൽ കൂടെ ധാരധാരിയായി വരുന്നതും അവനറിയാം. മുട്ടുമില്ലെന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, ദൈനംദിന ജീവിത തിരക്കിനിടയ്ക്ക് എൻ്റെ യേശുവേ നീ എനിക്ക് വേണ്ടി വൻ കാര്യം ചെയ്തവനല്ലേ എന്ന് പറയുമ്പോൾ ആ തീ ജ്വാല താഴേക്ക് ഇറങ്ങി നമുക്കറിയാൻ പറ്റും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. വേർതിരിക്കപ്പെട്ടവരാണവർ. ഇന്നത് വല്ലതും ഉണ്ടോ? എല്ലാ മനുഷ്യരെ പോലെയും നമ്മൾ ജീവിക്കുന്നത്. എല്ലാ മനുഷ്യരെപ്പോലും പഴയ ഒരു കാര്യം പറയുന്നു. പണ്ട് കാലത്തെ മാനസാന്തരപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. പണ്ട് കാലത്തെ ദൈവം തന്ന ആലോചനകൾ പറഞ്ഞു വരുന്നു. പണ്ട് കാലത്തൊരു മാറ്റം വന്ന കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പോൾ എങ്ങനെയുണ്ട്? പ്രായത്തിനൊത്തവണ്ണമുള്ള ആത്മീയമായ ശുദ്ധീകരണം നടന്നിട്ടുണ്ടോ? പ്രായത്തിന് എത്തവണ്ണമുള്ള ആത്മ നിറവ് ലഭിച്ചിട്ടുണ്ടോ? വർഷം ഇത്രയും ആയല്ലോ. എത്രയോ വർഷങ്ങളായിട്ട് പറയുന്നു. ഞാനോ 49-48 കൊല്ലം ആയിട്ട് ഞാൻ ഈ കൂട്ടായ്മ നിൽക്കുന്നു. ഈ 48 കൊല്ലത്തെ വളർച്ച എനിക്ക് ആത്മീയത്തിലുണ്ടോ? ഞാൻ എപ്പോഴും ശോധന ചെയ്യാറുണ്ട്. കർത്താവ് എനിക്ക് തന്നേ പറ്റുള്ളൂ. ഞാൻ സാധാരണ മനുഷ്യനല്ല. വിടേണ്ടത് എന്തു വേണേലും ഞാൻ വിട്ടുകൊള്ളാം. എനിക്ക് നിൻ്റെ കൃപയുടെ വലിയ വെള്ളച്ചാട്ടം എൻ്റെ മേൽ പകരണം. എനിക്ക് പാപത്തിന് മുമ്പിൽ വീഴുന്നൊരു വിഷയം എനിക്ക് പറ്റില്ല. ഈ ലോകത്തിലേക്ക് എൻ്റെ കണ്ണ് പോകാൻ പാടില്ല. ഞാൻ സാധാരണ മനുഷ്യനെ പോലെ പെരുമാറാൻ പാടില്ല. എൻ്റെ അടുത്ത് വരുന്നവർക്ക് ജീവജല നദി കൊടുക്കാൻ പറ്റണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് ദാഹമുണ്ട്? എൻ്റെ കുടുംബമുണ്ട്. ആ കുടുംബത്തിലുള്ളവർക്ക് ഞാൻ ഒന്നും കൊടുത്തില്ലേലും അറിയാതെ ഈ ജലം അവരുടേതിലേക്ക് പോകും. അവരോ തണുപ്പ് അനുഭവിക്കും, അവരോ സമാധാനം അനുഭവിക്കും. സംശയം ഒന്നുമില്ല പ്രിയരെ. എൻ്റെ കർത്താവിൻ്റെ വചനം 100% സത്യമാണ്. എൻ്റെ മക്കളുടെ മേൽ തീമുതൽ സംരക്ഷണം വരും. ഒരു സംശയം എനിക്കകത്തില്ല. അല്ല, എൻ്റെ വീട്ടിൽ എന്ത് പ്രശ്നം വന്നാലോ, ആരെല്ലാം പതറിയാലും, ആരെല്ലാം വിഷമിച്ചാലും ഞാൻ പാറ പോലെ കുലുങ്ങാൻ നിൽക്കും. എനിക്കറിയാം എൻ്റെ വീട്ടിലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, നോക്കിക്കോളൂ, വർഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് ഇതിന് വരാൻ പോകുന്ന മാറ്റം എന്നാന്ന് കണ്ടോളാൻ പറഞ്ഞു. മുൻകൂട്ടി പറഞ്ഞതാണ്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഞാനിങ്ങനെ പറയട്ടെ? നിനക്ക് ധൈര്യത്തോടെ പറഞ്ഞോളൂ, നിനക്ക് എന്നെ വിശ്വാസമില്ലെന്ന് എന്നോട് ചോദിച്ചത്. സംഭവം നടന്നിട്ടില്ല, അനുകൂലമായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവത്താൽ ഈ മതിൽ ചാടി ഞാൻ കടക്കും. എൻ്റെ ദൈവത്താൽ അവൻ എൻ്റെ ദീപത്തെ കത്തിക്കും. അവൻ എൻ്റെ കാലിനെ പേടമൻകാൽ പോലെ ആക്കി തീർക്കും. എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം. കാരണം എന്തുകൊണ്ട്? അവന് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ വേർതിരിച്ചതാണ്. അവനിഷ്ടമില്ലാത്ത ഒന്നും ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ വ്രതസ്ഥനാണ്. നാസിർ വ്രതസ്ഥൻ എന്ന് പറയുന്ന പോലെ തന്നെ എൻ്റെ ആത്മാവിൽ ഞാൻ വ്രതസ്ഥനാണ്. ഞാൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ്. ദൈവത്തിനായി പൂർണ്ണമായി വേർതിരിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ സ്വയമേ തീരുമാനമെടുത്താണ് ദൈവത്തോട് ഉടമ്പടി ചെയ്ത വ്രതസ്ഥൻ. ഭൂമിയിലെ ഈ വ്രതന്മാർക്ക് വലിയ വിലയൊന്നുമില്ല. എല്ലാവരും അവരെ പകയ്ക്കും, എല്ലാവരും അവരെ വെറുക്കും. എന്നാൽ ഈ രണ്ട് സംഭവത്തിൻ്റെ മുമ്പിൽ അവരെ സന്തോഷത്തോടെ നിൽക്കും. ഒന്ന് അവരുടെ മരണക്കിടക്കയാണ്, രണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ്. ഭൂമിയിൽ വിലയില്ലെങ്കിലും, ഭൂമിയിൽ എല്ലാവരും വെറുത്താലും, എല്ലാവരും പഴിച്ചാലും, എല്ലാവരും ചപ്പന്നും ചവറന്നും എണ്ണിയാലും മരണക്കിടക്ക് വരുമ്പോൾ അറിയാം ഒരു വൃതൻ്റെ വില എന്താണെന്ന്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ലാസറിനെ പട്ടി നിൽക്കുന്നുണ്ട്, ഇല്ലേ? പട്ടി നിൽക്കുന്നുണ്ട്. ഒരൊറ്റ മനുഷ്യൻ പോലും ലാസറിൻ്റെ അടുത്തേക്ക് വരത്തില്ല. ആ സമൂഹത്തിൽ ഒരു വിവാഹം നടന്നാൽ ആരും അവനെ വിളിക്കുകയില്ല, ആരും അവനോട് കുശലപ്രശ്നം ചെയ്യില്ല. അവന് ഭാര്യയില്ല, മക്കളില്ല, സഹോദരങ്ങളില്ല, ഒന്നും തന്നെ ഇല്ല. ഏകനായി ഇതാ ചടഞ്ഞുകൂടി കിടക്കുകയാണ്. പട്ടിയാണ് അവൻ്റെ ആശ്രയം. എന്നാൽ പ്രിയപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അവൻ മരിക്കുന്ന സമയത്തെ ദൂതന്മാരവനെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഞാൻ അത്ഭുതത്തോടെ ഓർത്തു, ഈ ദൂതന്മാർ എവിടെയായിരുന്നു അപ്പോൾ? പട്ടി നിൽക്കുമ്പോഴും, വ്രണമുള്ളപ്പോഴും, വസ്ത്രമില്ലാതിരിക്കുമ്പോഴും, എച്ചിൽ തിന്നുമ്പോഴും, ആരോരുമില്ലാത്തപ്പോഴും, ഏകാന്തത അനുഭവിക്കുമ്പോഴും, എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചത് ഒന്നും ലഭിക്കാതിരിക്കുമ്പോഴും ദൂതന്മാരവനെ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വ്രതസ്ഥൻ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അതിന് സമ്പത്ത് വേണമെന്നില്ല, ആരോഗ്യം വേണമെന്നില്ല, അവനെ മാന്യത വേണമെന്നില്ല, അവൻ ദൈവത്തിൻ്റെ വേലയൊന്നും ചെയ്യണമെന്നുമില്ല. ലാസർ എന്തു വേലയാണ് ചെയ്തത്? അവൻ്റെ ജീവിതം, അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തെ അവൻ ആരാധിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ദൈവം ശക്തനാണ്. എൻ്റെ രോഗം മാറിയില്ലേലും സാരമില്ല, ഭക്ഷണം കിട്ടിയില്ലേലും സാരമില്ല, വസ്ത്രം കിട്ടിയില്ലേലും സാരമില്ല, കിടപ്പാടമില്ലേലും സാരമില്ല, എല്ലാവരും എന്നെ പഴിച്ചാലും സാരമില്ല. ദൂതന്മാരുടെ സംരക്ഷണം അവൻ അനുഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മരണക്കിടക്കയിൽ അറിയാം വൃതൻ്റെ പദവി എന്താണെന്നുള്ളത്. അവൻ്റെ ഹൃദയം ഇങ്ങനെ സന്തോഷിക്കുകയാണ്.
അവൻ്റെ ഹൃദയം ഇങ്ങനെ ആനന്ദിക്കുകയാണ്. ഈ ഭൂമിയിലെ ഒന്നുമില്ലായ്മയൊന്നും അവനൊരു വിഷയമേ അല്ല. ഈ ഭൂമിയിലെ കഷ്ടപ്പാടോ, ഈ ഭൂമിയിലെ രോഗമോ, ഈ ഭൂമിയിലെ ഒറ്റപ്പെടലോ ഒന്നും അവനൊരു വിഷയമേ അല്ല. എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വരുമ്പോഴും ഞാൻ ലാസറിനെ ഓർക്കും. ലാസർ സമാധാനത്തോടെ ഭൂമി ജീവിച്ചു. ഒന്നുമില്ലായ്മയിൽ, ഏറ്റവും ദുരിതമായ അവസ്ഥയിൽ അവൻ ദൈവത്തെ പാട്ടുപാടി സ്തുതിച്ചു. അവൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. അവൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്നുള്ളത് കൊണ്ട് അവൻ അല്പം പോലും പരാതിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പറക്കാനുള്ളവനാണ്. അവൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് എപ്പോഴും പറഞ്ഞു കൊടുക്കും, മകനെ നീ പേടിക്കേണ്ട, നിന്റെ വലിയൊരു സാക്ഷ്യമാണ്. നീ ഒരു വേല ചെയ്തില്ലേലും ദൈവം നിന്നെ മാനിക്കുന്നു. ഭൂമിയിൽ നീ ഒരു സാക്ഷ്യമാണ്. നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ ലാസറിൻ്റെ സാക്ഷ്യം ഇന്ന് എൻ്റെ ചെവികളിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും പ്രാർത്ഥിച്ച് നേടാനല്ല, ഒന്നും വേണ്ട പ്രിയരെ. ദൈവത്തിൻ്റെ ആത്മാവ് നഷ്ടമായി പോകാതെ ആ സാന്നിധ്യത്തിൽ മാത്രം കൊതിച്ചിരുന്ന ലാസറിന് അത് കിട്ടി. അവൻ സംതൃപ്തനായിരുന്നു. അവനാണ് വ്രതസ്ഥൻ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം കിട്ടിയില്ലേ ഉടനെ നമ്മൾ പണിയും കഴിഞ്ഞു, നമ്മൾ മ്ലാനമായി കഴിഞ്ഞു, നമ്മുടെ പ്രാർത്ഥന തീർന്നു, നമ്മുടെ കൂട്ടായ്മയ്ക്ക് വരെ തീർന്നു, എല്ലാം തീർന്നു. എന്തേ കാര്യം? നമ്മൾ പ്രാർത്ഥിച്ച് നടക്കണം, നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യം നടക്കണം. ഇല്ല, ഈ ലാസറിന് യാതൊരു കാര്യവുമില്ല. ലോകവുമായിട്ട് അവനൊരു ബന്ധവുമില്ല. ലോകം അവൻ ചപ്പന്നും ചവറന്നും എണ്ണിയതാണ്. അവൻ ഒരേ ഒരു കാര്യത്തിൽ ലക്ഷ്യം വെച്ചു, എൻ്റെ ആത്മാവ്, എൻ്റെ ഹൃദയത്തിൽ ദൈവം വസിക്കണം. ഇതാവരണമുള്ളതാണേലും വസ്ത്രമില്ലാത്തവനാണെങ്കിലും ഒന്നുമില്ലാത്തവനാണെങ്കിലും എൻ്റെ ദൈവത്തിനകത്ത് വസിക്കാൻ തയ്യാറായി. അതാണ് അവൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. അവൻ്റെ സ്തുതി എന്ന് പറഞ്ഞാൽ അതാണ്. അവൻ ദൈവത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് കടന്നു. ഒരു പ്രശ്നവും അവനെ തൊട്ടില്ല. മരിക്കുന്നില്ലെങ്കിൽ രണ്ടാമത്തെ വരവിൽ എന്ത് ധൈര്യമാണ് പ്രിയരെ മറ്റുള്ളവർക്ക്. ഒരു വ്രതസ്ഥനല്ലാത്ത ഒരു മനുഷ്യന് അല്ലാതെ വേറെ ഉള്ളവർക്ക് എന്ത് ധൈര്യമാണ്? പറക്കുവോ? ആത്മാവ് കൂട്ടിക്കൊണ്ട് പോകുവോ? എന്താ ഉറപ്പ്? ഊഹം അല്ലേ? വിശ്വാസം അല്ലേ? വിശ്വാസത്തിന് തക്ക ഒരു അടിസ്ഥാനം ഇവിടെ വേണം. എല്ലാം വിട്ടുപിരിഞ്ഞോ? വചനം അനുസരിച്ചോ? ആത്മാവിൻ്റെ ആരാധനയുണ്ടോ? കളങ്കമില്ലാത്ത ജീവിതമാണോ? വചനപ്രകാരമാണോ ജീവിതം നയിക്കുന്നത്? ആ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ആത്മാവിങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ എപ്പോഴും ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? എല്ലാവരും ഒരു കർത്താവ് വരുമ്പോൾ ഞാനും പോകുന്നു. ഇഷ്ടംപോലെ നല്ല പാട്ടൊക്കെ ഉണ്ട്. പാട്ട് പാടിയാൽ അങ്ങ് എത്തുമോ? അവിടെയാണ് ഈ ഒരു വൃതൻ്റെ വിലയെന്ന് പറയുന്നത്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 24, ലൂക്കോസിൻ്റെ സുവിശേഷം 17, മർക്കോസ് സുവിശേഷം 13:33 എല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. മർക്കോസ് 13:33 വായിക്കാം. ആ കാലം എപ്പോഴെന്ന് നിങ്ങൾ അറിയായകൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവീൻ. ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആ കാലങ്ങൾ കഷ്ടത്തിൻ്റെ കാലങ്ങളാണ്, വളരെ പ്രയാസത്തിൻ്റെ കാര്യങ്ങളാണ്. തൻ്റെ വൃതന്മാർ നിമിത്തമോ ആ കാലം ചുരുങ്ങും. അവിടെ ഒരു വൃതൻ്റെ കാര്യം പറയുന്നുണ്ട്. ഈ ഭൂമിയിൽ സഹിക്കാൻ വയ്യാത്ത കഷ്ടങ്ങൾ വരും, ഈ ഭൂമിയിൽ പ്രയാസങ്ങൾ വരും, ഭൂകമ്പങ്ങൾ വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനേക കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെയും വരും. ആ കാലം നീണ്ടുപോകാതെ കുറയ്ക്കുന്ന ആരാന്നറിയാമോ? തൻ്റെ വൃതന്മാർ നിമിത്തം. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിൽ ദൈവത്തിനു വേണ്ടി ജീവിതം വേർതിരിച്ചവരുടെ പ്രാർത്ഥനയെ മാനിക്കുന്ന ഒരു ദൈവം. പ്രശ്നങ്ങളുടെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ, ലോകത്തെന്തെല്ലാം സംഭവിച്ചാലും എല്ലാവരും പേടിക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ, വൃതന്മാർ മൂലം ആ കാലം ചുരുങ്ങുമെന്ന് പറയും. സൂക്ഷിച്ചുകൊള്ളുവീൻ, ഉണർന്നിരിപ്പീൻ, പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ. എന്തായി സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞതിൻ്റെ കാരണം, അനേകർ വന്ന് നിങ്ങളെ തെറ്റിക്കും. നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ, പാപമില്ലാത്ത ജീവിതം നമ്മൾ നയിക്കുന്നുവെങ്കിൽ, നമുക്ക് ആ ദൈവമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ, നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങൾ ക്ഷമിച്ചു കിട്ടിയെന്ന് ബോധ്യമുണ്ടെങ്കിൽ, നമുക്ക് ഉയർത്തുള്ള മാത്രം ചിന്തിക്കുമ്പോഴാകുമ്പോൾ ഈ ഭൂമിയിൽ എന്തെല്ലാം പ്രശ്നം വന്നാലും, പരിസരത്ത് എന്തെല്ലാം പ്രശ്നം വന്നാലും, നമ്മുടെ ജീവിതത്തിൽ തന്നെ സഹിക്കാൻ വയ്യാത്ത പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ ഹൃദയം സ്വസ്ഥമായിരിക്കും, ശാന്തമായിരിക്കും. മർക്കോസ് 13:20 വായിച്ചേ. കർത്താവ് ആ നാളുകളെ ചുരുക്കിയിട്ടില്ല എങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. താൻ തിരഞ്ഞെടുത്ത വ്രതന്മാർ നിമിത്തമോ അവൻ ആ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. വ്രതന്റെ വില മനസ്സിലായോ? ആ നാളുകളെ ചുരുക്കിയിട്ടില്ല എങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. സാധാ സമർപ്പണമുള്ള ഒരു മനുഷ്യനും രക്ഷപ്പെടുകയില്ല. പേരിന് സമർപ്പണമുള്ളൊന്നും ആ സമയത്ത് നിൽക്കാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ പ്രതികൂലങ്ങൾ വരുമ്പോൾ, ശരീരത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, കുടുംബത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ നാം തളർന്നു പോകും, നാം വീണു പോകും. നമുക്ക് സഹിക്കാൻ പറ്റുകയില്ല. എന്നാൽ സഹിക്കാവുന്നത് ആരാണ്? താൻ തിരഞ്ഞെടുത്ത വ്രതന്മാർ നിമിത്തം അവർക്ക് സമാധാനം കിട്ടുമെന്ന് മാത്രമല്ല, ആ വലിയ കഷ്ടകാലങ്ങൾ ചുരുക്കി കിട്ടുമെന്നാണ് പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നമ്മൾ വായിക്കുന്നവരാണ്. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ആ കഷ്ടകാലം ചുരുക്കുവാൻ താൻ തിരഞ്ഞെടുത്ത തൻ്റെ വ്രതന്മാർ
തൻ്റെ വ്രതന്മാരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്നവനാണ് വ്രതൻ. ദൈവത്തോട് ബന്ധം പുലർത്തുന്നവനാണ് വ്രതൻ. ജനത്തിന് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നവനാണ്. കഷ്ടതകൾ വരുമ്പോൾ കർത്താവേ ഒന്ന് കനിയണമേ, ഇത് സഹിക്കാനാവുന്നതാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരുവൻ, ഇടിവിൽ നിൽക്കാൻ ഒരുവൻ, ആ പദവി ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? ദൈവത്തിന് വേണ്ടി, സ്വർഗത്തിലെ ദൈവത്തിന് ആശ്ചര്യമായിട്ട് ഭൂമിയിൽ ഇറങ്ങി വരാൻ പ്രവർത്തിക്കാൻ പറ്റില്ല. ആത്മാവിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ ജനങ്ങൾക്ക് കാണാൻ ഒരാൾ വേണം. എക്കാലത്തും അങ്ങനെയാണ്. ജനത്തിന് കാണാൻ ഒരാൾ വേണം. അവർക്ക് ദൈവം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അതിന് നിന്നെ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. കർത്താവിന് അതേ ഭാവത്തിൽ, ശരീരത്തിൻ്റെ മാറ്റമല്ല പറഞ്ഞത്, അതേ ഭാവത്തിൽ, അതേ സ്വഭാവത്തിൽ നിൽക്കാൻ നിനക്ക് പറ്റുമോ? ജനം നിന്നിൽ കൂടെ ക്രിസ്തുവിനെ കാണാൻ വിട്ടുകൊടുക്കുമോ? വൃതന്മാരുടെ പ്രാർത്ഥനയുടെ വില എപ്പോഴാണ് അറിയുന്നത്? എല്ലാം തകരുമ്പോൾ, ഭൂമി വിറയ്ക്കുമ്പോൾ, ലോകത്തെ കഷ്ടപ്പാട് വരുമ്പോൾ, ജനങ്ങൾ ആശങ്കപ്പെടുമ്പോൾ, ഈ ലോകത്തിന് പിന്നാലെ പോകുന്നവർ വിറയ്ക്കുമ്പോൾ, താൻ തിരഞ്ഞെടുത്ത തൻ്റെ വൃതന്മാരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം ആ കഷ്ടകാലം ചുരുക്കും. ഇവിടെയാണ് ദൈവത്തിനായ ജീവിതം വേർതിരിച്ച വൃതന്മാരുടെ വില എന്ന് പറയുന്നത്. അവരുടെ മുട്ടിപ്പായുള്ള പ്രാർത്ഥനയും യാചനയും മാത്രമേ ദൈവം കേൾക്കുകയുള്ളൂ. സാധാരണ മനുഷ്യൻ്റെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കുകയില്ല. ജീവിതം ലോകത്തിന് വേണ്ടി വിട്ടുകൊടുത്ത് ലോകത്തിലെ ഭാരങ്ങളുടെ പിന്നാലെ പോയി കഴിഞ്ഞ് സകലവും വെട്ടിപ്പിടിക്കാൻ ഓടി ഇറക്കുന്ന മനുഷ്യന് എന്ത് പ്രാർത്ഥനയാണുള്ളത്? എന്നാൽ ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന മാത്രം ദൈവം കേൾക്കും. സൂക്ഷിച്ചു കൊള്ളാൻ പറഞ്ഞു, ഉണർന്നിരിക്കാൻ പറഞ്ഞു. എന്തേ? കാരണം പരിസരം മുഴുവൻ ദൈവത്തെ മറന്ന് ജീവിക്കുന്നു. ആ ജനത്തിൻ്റെ നടുവിൽ ഒരാൾ ദൈവത്തെ അന്വേഷിക്കുന്നു, ഒരാൾ ദൈവത്തിന് സന്നിധി കിടക്കുന്നു, ഒരാൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തിരുഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റുവാൻ വെക്കണം. നിൻ്റെ ആത്മാവിനെ എനിക്ക് തരണമേ. പാപത്തോടെ സകലതും വിട്ടുപിരിയാനുള്ള കൃപ എനിക്ക് തരണമേ. നീ അല്ലാതെ വേറെ നന്മ എനിക്ക് വേണ്ട. നിന്റെ സാന്നിധ്യമല്ലാതെ വേറെ ഒന്നും എനിക്ക് വേണ്ട. നീ എൻ്റെ കൂടെ ഇരുന്നാൽ മതി. നീ എൻ്റെ കരം പിടിച്ചാൽ മതി. നിന്റെ സാന്നിധ്യം എനിക്ക് മതി. അല്ല, എത്ര പേര് ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്നവരുണ്ട്? പ്രിയരെ, കിട്ടുമെന്നാണ് പറഞ്ഞത്. ദൈവ സാന്നിധ്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിക്കും ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. മകനെ, നീ സകലതും വിട്, ഞാൻ നിനക്ക് തരാം. ഞാൻ നിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരാം. നിൻ്റെ ആത്മാവിൻ്റെ കണ്ണ് തുറന്ന് ഞാൻ നിനക്ക് സാന്നിധ്യം തരാം. നീ ലോകത്തിൽ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ കാണും. നിൻ്റെ കരം ഞാൻ പിടിക്കും. എൻ്റെ പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ദൈവ സാന്നിധ്യം. ഈ ലോകത്തിൽ എന്തെല്ലാം കണ്ടാലും നമ്മുടെ ഹൃദയം അതിലേക്കല്ല പോകുന്നത്, ദൈവ സാന്നിധ്യത്തിലേക്കാണ്. എൻ്റെ ദൈവം, എൻ്റെ യേശു എനിക്ക് വേണ്ടി പടഞ്ഞു വരച്ചൻ. ആരോടെല്ലാം സംസാരിക്കുമ്പോഴും യേശുവിൻ്റെ സാന്നിധ്യം. എവിടെ യാത്ര ചെയ്താലും യേശുവിൻ്റെ സാന്നിധ്യം. എങ്ങോട്ടൊക്കെ പോയാലും യേശുവിൻ്റെ സാന്നിധ്യം. അതിൽ കവിഞ്ഞ് വേറൊരു കാര്യമൊന്നുമില്ല. നമ്മൾ ലോകത്തിലേക്ക് പോകില്ല പ്രിയപ്പെട്ടവരെ. കാര്യങ്ങൾ ഇമ്മേഴ്സ്ഡ് ആകുകയില്ല. പാപം നമ്മളെ തൊടില്ലല്ലോ, അത് വേറെ വിഷയം. ലോകത്തിലേക്ക് ഇറങ്ങുകയില്ല. മറ്റുള്ളവരുടെ ജീവിതം നമുക്ക് അനുകാര്യമല്ല. അത് നമുക്ക് ദൈവം ഒരു വഴി തന്നിട്ടുണ്ട്. ആ പാതയിൽ കൂടെ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അത് വിട്ട് വേറൊരു വഴി നമുക്ക് സാധ്യമല്ല. ദൈവം നമ്മളെ സമ്മതിക്കത്തുമില്ല. നോഹയുടെ കാലം പോലെ നമുക്കറിയാം, സകല മനുഷ്യരും വിറ്റും നട്ടും കൊണ്ടും വിവാഹം കഴിച്ചും വിവാഹത്തിനും കൊടുത്തും പോകുന്നൊരു കാലം. എല്ലാവരും നശിച്ചു. എല്ലാവരും ലോകത്തിന് പിന്നാലെ പോകുന്നു. ദൈവം ഇല്ലെന്ന് പറയുന്നു. കർത്താവാണ്ടാ വരുന്ന വിഷയമൊന്നും ഇല്ലെന്ന് പറയുന്നു. എല്ലാം തോന്നലാണ്. ഇവിടെയാണ് സ്വർഗം, ഇവിടെയാണ് നരകം. ഉള്ള കാലം ആസ്വദിച്ച് ജീവിക്കണമെന്ന് പറയുന്ന ജനത്തിൻ്റെ നടുവിലാണ് വ്രതൻ്റെ വില. ശരിയാണ് പ്രിയരെ, നമുക്ക് കൂട്ടായ്മയൊക്കെ ഉണ്ട്, ദൈവനൊക്കെ കേൾക്കുന്നവരുണ്ട്. പക്ഷേ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, എനിക്ക് അങ്ങനെ ഒരു സമർപ്പണം ഉണ്ടോ? ഇപ്പം എല്ലാവരും പറയും പൗലോസ് അപ്പോസ്തലൻ്റെ വിളിയല്ല എനിക്കെന്ന്. തെറ്റാണത്. അത് വേദവിപരീതമാണ്. സകല മനുഷ്യരും പൗലോസ് അപ്പോസ്തലനെ പോലെ ആയിത്തീരണം. അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ അനുകാരികളായി തീരാൻ. കർത്താവായ യേശുക്രിസ്തു ഒരു ലോ സ്റ്റാൻഡേർഡ് പറഞ്ഞു. പല തട്ടിലുള്ള ആൾക്കാരെക്കുറിച്ച് പറഞ്ഞു. ജോലിയുണ്ട്, ഇടയന്മാരുണ്ട്, അപ്പോസ്തലന്മാരുണ്ട്, അങ്ങനെ നയിക്കുന്നവരെ പല വേലകളുണ്ട്, വേലക്കുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും വേണ്ട എല്ലാ കാര്യം എന്താണ്? സമർപ്പണമാണ്. ദൈവത്തെ കണ്ടവർ ഉടനടി ചെയ്യേണ്ട കാര്യം സമർപ്പണമാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുത്ത് എറിഞ്ഞു കളയുക. അത് കൂടിയേ കഴിയുള്ളൂ പ്രിയ. ദൈവാത്മാവ് സ്ഥിരമായി നമ്മുടെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ, നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ, നാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ, നമുക്ക് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ, നമുക്ക് ദൈവം നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരമായി വസിച്ചേ പറ്റുള്ളൂ. തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും പോകുന്നതും തെറ്റാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു? തിന്നുകയും കുടിക്കുകയും വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ഈ എല്ലാം ചെയ്യുന്ന എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടിയാണ്? അല്പകാലം ഭൂമിയിൽ ജീവിക്കുമ്പോൾ
ദൈവത്തിൻ്റെ സ്ഥാനാപതിയായി എവിടെ അവസരം കിട്ടുന്നു അവിടെ ദൈവത്തെ കാണിച്ചു കൊടുക്കാനാണ്. ജോലി ചെയ്യുന്നു. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നു. എൻ്റെ ഒരേ ഒരു ലക്ഷ്യം, എൻ്റെ അടുത്ത് വരുന്നവർക്ക് ആരെങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ? ചുമ്മാ അങ്ങോട്ട് പന്നിയുടെ മുമ്പിൽ മുത്തു ഒളിമ്പി കൊടുക്കില്ല. എവിടെങ്കിലും ഒരു ചാൻസ് കിട്ടുമോ? എൻ്റെ യേശുവിനെ കുറിച്ച് ഞാൻ പറയും. ദൈവം തരും. അത് നമ്മളതിനെക്കുറിച്ചൊന്നും ഭാരപ്പെടേണ്ട. ദൈവത്തിന് ആളത്തപരമായി കടന്നു വന്ന് സംസാരിക്കാൻ പറ്റാത്തതിന് എൻ്റെ മേൽ ആ ജോലി ഏൽപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ ഫീൽഡിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ. നിങ്ങളോ എവിടെല്ലാം നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണ്? ക്രിസ്തുവിൻ്റെ സ്വന്തം പരത്തിക്കൊണ്ടാണോ പോകുന്നത്? ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ നിങ്ങളുടെ ഹൃദയത്തിൽ വെമ്പൽ കൊണ്ടുണ്ടോ? അതോ ജോലിയാണോ നിങ്ങളുടെ വിഷയം? എനിക്കറിയാം, ചില ജോലിക്കകത്ത് കയറിയാൽ ഫുൾ ടൈം ജോലിയാണ്. ഒരു കൊച്ചൻ്റെ എൻ്റെ അടുത്ത് വന്നു. IT കമ്പനിയിലുള്ള കൊച്ചാണ്. ആ കൊച്ചു പറഞ്ഞ്, എന്ത് ഡോക്ടറെ, ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകും, പക്ഷേ ജോലി വരുമ്പം ഞാൻ പിന്നെ അതിനകത്ത് എംബേസ്ഡാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ കൊച്ചേ, ഒരു 5 മിനിറ്റ് ജോലി ചെയ്തിട്ട് ഒരു അര മിനിറ്റ് നിനക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പാടില്ലേ? എൻ്റെ യേശുവേ, എന്നെ വിളിച്ച യേശുവേ, എന്നെ വീണ്ടെടുത്ത യേശുവേ, തിരക്തം കൊണ്ട് എന്നെ കഴിയുവനല്ലേ നീ? കർത്താവേ, നിൻ്റെ ആത്മാവിനെ എനിക്ക് തരണം, തിരുസാന്നിധ്യം എനിക്ക് തരണം, ഈ ജോലി നീ ഒന്ന് ചെയ്തു തരാമോ? എത്ര നേരമാണ്? ജോലി ചെയ്തോളൂ. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ഒരു അര മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ പാടില്ലേ? മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ക്ഷീണിച്ച് വന്നിരിക്കുന്നവർ ഉറക്കം വന്നിട്ട് ഉറങ്ങും, ശരി, സംഭവിച്ചു, കുഴപ്പമില്ല. പകൽ എത്ര മണിക്കൂറുണ്ട്? ജോലി ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊരു സ്റ്റോപ്പ് കൊടുക്കാൻ പാടില്ലേ? അപ്പോഴാ കൊച്ചു പറയുന്നത്, അയ്യോ അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. ഞാൻ പറയും, എന്തുകൊണ്ട് ചെയ്തുകൂടാ? ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജോലി ചെയ്യണം. നമുക്കപ്പോൾ ക്ഷീണം വരില്ല, തളർച്ച വരില്ല, ഭാരം വരില്ല, ആകുലം വരില്ല. നോഹയുടെ കാലം എല്ലാവരും തെറ്റി, പക്ഷെ ഒരാൾ സമർപ്പണം എടുത്തു. അതാണ് വ്രതസ്ഥൻ എന്ന് പറയുന്നത്. നോഹയ്ക്ക് എന്ത് പറ്റി? ദൈവത്തിന് കൃപ ലഭിച്ചു. എങ്ങനെ കൃപ ലഭിച്ചത്? നോഹയ്ക്കൊരു ഹൃദയം ഉണ്ടായിരുന്നു. ഹൃദയം ദൈവത്തോട് പറ്റിച്ചേരാനുള്ള, ലോകത്തിൻ്റെ വശത്തിലേക്ക് പോകാനല്ല, ദൈവത്തെങ്കിലേക്ക് ചെരിയാനുള്ളൊരു ഹൃദയം ദൈവത്തിന്. അതാണ് കൃപ ലഭിച്ചു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അല്ല, വചനം കിട്ടിയെന്നല്ല, നമുക്കെല്ലാവർക്കും വചനം കിട്ടുന്നുണ്ട്. വചനം കിട്ടുന്നവരൊക്കെ അനുസരിക്കുന്നുണ്ടോ? ഒന്നുമില്ല. നോഹയ്ക്ക് ലഭിച്ച കൃപയുടെ അടിസ്ഥാനം, നോഹയ്ക്ക് ഒരു ഹൃദയം ഉണ്ടായിരുന്നു. ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി, ആ ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം, അത് ദൈവം മാനിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ കാലം എന്താണ്? തിന്നും കുടിച്ചും കൊണ്ടും വിറ്റും പണിതും പോന്നു. ന്യായവിധി വന്നു. ലോകകാര്യങ്ങളിൽ മുഴുകി ജീവിച്ചവരുടെ മേലെ ന്യായവിധി വന്നു. സ്വാഭാവികമല്ലേ? ഒരാൾ ഈ ലോകത്തിൻ്റെ മായാലോകത്തെ വിട്ടിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയാൻ ഒരാളുണ്ടായിരുന്നോ? ആ സോദോം ഗോമോറ നശിച്ചതിൻ്റെ കാരണം എന്താണ്? പ്രിയപ്പെട്ടവർ, ഒരു മനുഷ്യൻ പോലും ദൈവത്തെ ഭയപ്പെടുന്നവരില്ല. അബ്രഹാമിൻ്റെ കെയർ ഓഫിൽ ലോകത്തിനെ വിളിച്ചിറക്കുന്നുള്ള സത്യമാണ്. ഇന്നും സോദോം ഗോമോറ കിടക്കുകയാണ്, നമുക്ക് മുൻകുറിയായിട്ട് നിൽക്കുകയാണ്. ഒരു മനുഷ്യൻ പോലുമില്ല. ഇന്ന് ഈ നമ്മുടെ നാട് അങ്ങനെ തന്നെയല്ലേ പ്രിയരെ? നമ്മുടെ നാടും സോദോം ഗോമോറയായിട്ട് തന്നെ വ്യത്യാസം. എല്ലാ വേണ്ടാതീനവും തെങ്ങി നിറക്കുന്നതിന് നടുവിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു? അവരുടെ പാപം നമ്മളിലേക്ക് ഏശുന്നുണ്ടോ? അവരുടെ പാപത്തിൻ്റെ ആ ചിന്തകൾ നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടോ? അവർ പ്രകടമായ പാപത്തിൽ ജീവിക്കുന്നു. നമ്മുടെ ഹൃദയം എങ്ങനെയുണ്ട്? നാം പത്രമാധ്യമങ്ങളിലെല്ലാം കാണുന്നല്ലോ, എല്ലാം അഴിമതി നിറഞ്ഞു നിൽക്കുന്നു, കൊലയും കുറ്റവും എല്ലാം നിൽക്കുന്നു. അല്ല, യൗവനക്കാർ മുഴുവൻ തകർന്നു പോകുന്നു. എന്തുകൊണ്ട് പ്രിയരെ? യൗവനക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാണിച്ചു കൊടുക്കണം. ഈ ചെറുപ്രായത്തിലെ കുഞ്ഞു പ്രായത്തിൽ ആത്മാവുള്ള വ്രതസ്ഥനായി നിൽക്കാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കണം. ആരുണ്ട്? മീറ്റിംഗ് നടത്തിയിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. ഒരാൾ ഇത് സാധ്യമാണെന്ന് തെളിയിച്ചു കൊടുക്കാൻ. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൽ കൂടെ സാധ്യമാണ്. ലോകം എങ്ങനെ വർഷത്തിൽ പോകട്ടെ, ലോകത്തിൻ്റെ കാലമെന്നോ നോഹയുടെ കാലമെന്നോ പറയട്ടെ, പക്ഷേ ഈ കാലഘട്ടത്തിൽ ഒരു വൃദ്ധനായി എനിക്ക് നിൽക്കാൻ പറ്റും. ഈ നോഹയുടെ കാലത്തിൻ്റെ മ്ലാനത മാറ്റാൻ നമുക്ക് സാധിക്കും. ഒന്നുമല്ലേ നമ്മുടെ കുടുംബത്തിലെങ്കിൽ നിൽക്കാൻ പാടില്ലേ? ലൂക്കാ സുവിശേഷത്തിലെ 9-ാം അധ്യായത്തിൻ്റെ 58-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഒരാളെ വിളിക്കുന്നുണ്ട്. അവൻ പറയുകയാണ്, ഞാൻ നിൻ്റെ പിന്നാലെ വരാമെന്ന്. സമർപ്പണമില്ലാതെ അവൻ ദൈവത്തിൻ്റെ പിന്നാലെ വരാമെന്ന് പറയാണ്. യേശു അവൻ്റെ ഹൃദയം നോക്കിയിട്ട് പറഞ്ഞു, ആകാശത്തിലെ പറവയാദികൾക്ക് നിൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട്, കുറുനരികൾക്ക് സ്ഥാനമുണ്ട്, മനുഷ്യപുത്രൻ തലയായിപ്പാൻ ഇടവില്ല. ഇന്നത്തെ ജനത്തിൻ്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. പുറമേ മാന്യനാണ്, യേശുവിന് പിന്നാലെ വരാമെന്നാണ് പറയുന്നത്. പക്ഷെ കർത്താവ് ഹൃദയം നോക്കിയപ്പോൾ ആത്മാവിനെ പകരാൻ യാതൊരു സാധ്യതയില്ല. ഹൃദയം മുഴുവൻ പാപം നിറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അവൻ ആ പാപത്തെ മറച്ചു പിടിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിൻ്റെ പിന്നാലെ വരാമെന്ന്. അതാണ് ദൈവത്തിന് ഏറ്റവും വലിയ സങ്കടം. ഞാൻ പാപിയാണെന്ന് പറയുകയാണെങ്കിൽ ദൈവത്തിന് പരിഹാരം കൊടുക്കാൻ പറ്റും.
പാപം ഇരിക്കെ പാപത്തെ മറച്ചു പിടിച്ചിട്ട് ആത്മീയ പരിവേഷം കാണിക്കും. യൗവനക്കാരൻ കർത്താവിൻ്റെ അടുത്ത് വന്നു. ദ്രവ്യാഗ്രഹിയായ ആ മനുഷ്യൻ നിത്യവും ചോദിച്ചുകൊണ്ട് വരുന്നു. ദൈവത്തിൻ്റെ വേദന അതാണ്. അവനെ അല്പം പോലും കോംപ്രമൈസ് ചെയ്യാതെ കർത്താവ് പറഞ്ഞു വിട്ടതിന് കാരണം അവൻ ദ്രവ്യാഗ്രഹിയാണ്. അവനെ തൊടാൻ സമ്മതിക്കത്തില്ല. അവൻ തീവൻ വേണം പോലും. ഒരാളിനോട് പറഞ്ഞു നീ എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞപ്പോൾ അവൻ പറയുകയാണ് എൻ്റെ അപ്പനെ കുഴിച്ചിട്ട് വരാം. അപ്പനാണ് അവന് വലുത്, അവൻ്റെ ആത്മാവല്ല വലുത്. അപ്പനെ കുഴിച്ചിട്ടുണ്ടാവെന്ന് പറയുന്നില്ല. പക്ഷെ നിൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം നിന്നെ വിളിക്കുമ്പോൾ ആ വിളിക്ക് നീ റെസ്പോണ്ട് ചെയ്യുന്നില്ല. നിൻ്റെ സൗകര്യം പോലെയാണ് നീ നോക്കുന്നത്. അവനും തട്ടി തെറിപ്പിച്ച് കളഞ്ഞു. മൂന്നാമത്തിനോട് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പോയി അനുവാദം ചോദിക്കണമെന്നാണ് പറയണത്. ഇതാണ് ലോക മനുഷ്യൻ. അവിടെ വ്രതനായി നിൽക്കാൻ പറ്റുമോ? രണ്ടുപേര് ഒരു വയലിൽ പണിതുകൊണ്ടിരിക്കും. ഒരുത്തനെ എടുക്കും, ഒരുത്തനെ ഉപേക്ഷിക്കും. എന്താ രഹസ്യം? രണ്ടുപേരും പണിയുകയാണ്. രണ്ടുപേരും പണിയുമ്പോൾ എന്താണ് അതിനുള്ള വ്യത്യാസം? രണ്ടുപേരും ഒരു കർഷകരാണ്, രണ്ടുപേരും പാടത്ത് പണിയുകയാണ്, രണ്ടുപേരും അധ്വാനിക്കുകയാണ്. എന്താ ദൈവം കണ്ട വ്യത്യാസം? പ്രിയരേ, എനിക്ക് മനസ്സിലായി. ഒരാൾ പണിതുകൊണ്ടിരിക്കുമ്പോഴും അവൻ്റെ ഹൃദയം ഉയരത്തിലാണ്. അവൻ്റെ ബന്ധനങ്ങൾ എന്തെല്ലാമാണ് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവൻ ആ പണിക്കകത്തല്ല അവൻ ഇമ്മേഴ്സ്ഡ് ആകുന്നത്. അതിനകത്ത് പണിക്കകത്തവൻ മുഴുവൻ അവൻ പണി ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ്റെ ഹൃദയം ദൈവസന്നിധിയിലാണ്. അവൻ ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ ഇന്ന പാപം മാറിയിട്ടില്ല, ഈ ബന്ധനം ഇപ്പോഴും ഉണ്ട്, എന്നെ സങ്കടത്തിലാക്കുന്ന ഒരു കാര്യമാണ്, നീയുമായിട്ടുള്ള ബന്ധം എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരു കാര്യമാണ്, ഇതെനിക്ക് മാറ്റി തന്നേ പറ്റുകയുള്ളൂ. ഞാൻ പണിയാണെന്നുണ്ടെങ്കിലും എൻ്റെ ഹൃദയം നീ ഒന്ന് ശരിയാക്കി തരണമേ, തിരക്തം എൻ്റെ മേൽ വീഴിക്കണമേ, നിൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ പകരണമേ. അവൻ പണി ചെയ്യുമ്പോഴും അവൻ്റെ ഹൃദയം സ്വർഗത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അവനെ എടുത്തത്. രണ്ടുപേര് തിരികല്ലി പൊടിച്ചുകൊണ്ടിരിക്കും. നോക്കിയാൽ ഒരു വ്യത്യാസമൊന്നുമില്ല. രണ്ടും സ്ത്രീകൾ തന്നെ. ഒരാളെ എടുത്ത് ഒരാളെ ഒഴിച്ച് എന്തേ കാര്യം? തിരികല്ലി പൊടിക്കുമ്പോഴും ഒരാളവരുടെ ആത്മാവിൻ്റെ കാര്യമാണ് വിഷയം. തിരികല്ലി പൊടിച്ചുകൊണ്ടിരിക്കുന്നു, അതിങ്ങനെ നടക്കും, സംഭവം ഒരു കുഴപ്പമില്ല. പക്ഷേ അവിടെ ഹൃദയം സ്വർഗത്തിലേക്ക് പോവുകയാണ്. ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവേ, എൻ്റെ പാപത്തിനൊരു പരിഹാരം തരണം, എൻ്റെ ഹൃദയം ഒന്ന് വെടിപ്പാക്കി തരണം. എനിക്ക് ഈർഷ വരുന്നുണ്ട്, എനിക്ക് മുഷിച്ചിൽ വരുന്നുണ്ട്, എനിക്ക് ഭാരം വരുന്നുണ്ട്. നിന്റെ ആത്മാവിനിൽ ഇരിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കർത്താവേ, പരിഹാരം തരണം. നിലവിളിക്കുന്നവനെ എടുത്തു മറ്റേ ആളവിടെ കിടന്നു. രണ്ടുപേരും കിടക്കൽ കിടക്കും. ഭാര്യയും ഭർത്താവായിരിക്കാം. ഒരാൾ കിടക്കുമ്പോഴും എൻ്റെ ദൈവമേ, ഞാൻ കിടന്നുറങ്ങാൻ പോവുകയാണ്, എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്, ബന്ധനമുണ്ട്, കെട്ടുകളുണ്ട്, പിശാചിൻ്റെ അവകാശമുണ്ട്, മാറ്റിത്തരണേന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് പറഞ്ഞു എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. എന്തേ കാര്യം? വലിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല പ്രിയരെ. ദൈവത്തോടുള്ള ബന്ധം, ദൈവമേ, അരിഷ്ടനും മനസ്സ് തകർന്നു പോയ ദൈവസ്ഥനെ കിടക്കുക. ഇതാണ് ഈ വ്രതസ്ഥൻ എന്ന് പറയുന്നത്. അവന് ദൈവത്തോടാണ് കൂറ്, ദൈവത്തോടാണ് കടപ്പാട്. എൻ്റെ പ്രിയ സൗകര്യങ്ങളെ, ഇന്നത് പറയുമ്പോൾ എല്ലാവരും കല്ലെറിയും, എനിക്കറിയാം. സാരമില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം പ്രിയരെ. ഒരു പരമസത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ വ്രതനായി നിന്നില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം നശിച്ചു പോകും. എന്നാൽ ദൈവം നിങ്ങളെ ഇന്നും മാടി വിളിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിനാം മാത്രം മഹത്വപ്പെടട്ടെ.